വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട് നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തിനി അടുപ്പിച്ചൊരു 5-6 ദിവസം ഡെയിലി വ്ളോഗ് എടുത്താലെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കിനി പോകുന്ന വൈകിട്ട് കാര്യങ്ങൾ വെറൈറ്റി അല്ലേ, മൂക്കിൽ തന്നെ വീണ്ടും ഗുരു. എനിക്കറിഞ്ഞൂടാ, എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ആഘോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു സാധനം വന്നിരിക്കും. പിന്നെ ഓണത്തിന് എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? ഓണപ്പാട്ട് വേണ്ടേ? എന്റെ മകൻ ഓണപ്പാട്ട് ഞാൻ പോരട്ടെ. അതിന് മുന്നേ കുരുവിന്റെ കാര്യം പറഞ്ഞല്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞില്ല, മൂക്കിൽ കുരു അവരെന്നെ ഇഷ്ടപ്പെടുന്നത് ആരാണ് അജ്ഞാതൻ? നിങ്ങള് കമന്റ് ഇടുക. അതെന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോഴാ വേറെന്തൊരു സംഭവം. അജ്ഞാതനല്ലാതെ പിന്നെ എന്ത്? അജ്ഞാതന്റെ ഉണ്ട്, താല്പര്യമില്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് അതും പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതാണ് റെസ്പെക്ട്. അത് ഓരോരുത്തരുടെ ആഗ്രഹം. ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ. വെറുപ്പിക്കുന്നില്ല. നമുക്കപ്പൊ നേരെ ആദ്യം പോയി ഫുഡ് അടിക്കാം. ഫുഡ് അടിച്ചിട്ട് ഹൈലൈറ്റിൽ പോവാം. ഹൈലൈറ്റിൽ പോയിട്ട് ഗോകുലം മാളി പോവാം. ലുലുവിൽ പോണോ? പക്ഷെ ലുലുവിൽ ഇന്ന് കയറി കഴിഞ്ഞാൽ വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇന്ന് ബസ്സിനാട്ടോ പോകുന്നത്. കാര്യം ഞാൻ പറയില്ല, നമുക്കിപ്പം റോഡിനെക്കാട്ടി കൂടുതൽ കുഴി ഉള്ളത് കൊണ്ട് അവിടെ വരെ പോകാനുള്ള ധൈര്യമില്ല കാറിൽ. അതുകൊണ്ട് നമുക്ക് ബസ്സിനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഫുഡ് അടിക്കാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. 2 ബർഗറും ലോഡഡ് ഫ്രൈസും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചേച്ചിയുടെ കുഞ്ഞിന് ഒരു കുട്ടി ഗിഫ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. മാവേലിയെ കണ്ടില്ലെന്ന് വേണ്ട, ഹൈലൈറ്റ് മാവേലി പോലെ. നമ്മള് ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ഇനി SM സ്ട്രീറ്റിലോട്ടല്ലേ, നമ്മളിനി SM സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം നൈറ്റ് 10 o'clock നമ്മുടെ ബസ് ഇവിടുന്ന് പോകുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മുടെ കാറൊന്ന് സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൂടെ ഒന്ന് പാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടോ. അപ്പം നമുക്ക് ഈ SM സ്ട്രീറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റഷ് കാണത്തില്ല എനിക്ക് മിക്കവാറും നല്ല വീട്. ഇവിടെ ലുലു വന്നതിന്റെ പ്രത്യേകതയാണ് ഈ കാണുന്ന ബ്ലോക്ക്. എപ്പം നമ്മളിനി ആ റോഡ് കിടക്കും തമ്പുരാനറിയാം. അതുകൊണ്ട് ഹൈലൈറ്റിലൊക്കെ ആൾക്കാർ കുറവുണ്ട് കേട്ടോ. ഇപ്പം ലുലു മോൾ വന്നതിന്റെ ഒരു ഇത്. നമ്മള് SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി ഒരു രക്ഷയില്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോപ്പിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇറങ്ങി താണ്ട ഇപ്പം നേരെ ഏതുമാലോട്ടാ പോകാൻ? ബ്ലൂ ഡയമണ്ട് പോകണം. പക്ഷെ ഇവിടുത്തെ ബ്ലോക്ക് കണ്ടിട്ട് നമ്മൾ ഇന്നൊന്നും എത്തുന്ന സ്ഥിതിയില്ല. വണ്ടിയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ബ്ലൂ ഡയമണ്ട് മാളിലേക്ക് പോകാം. നല്ല കാലല്ലേ? ബസ് കയറാൻ പോവാ. എൻ്റെ അച്ഛനമ്മ ഇത് കാണണം. ഓക്കെ, കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയൊക്കെ വീട്ടിൽ കണ്ടോ, എന്നെക്കാട്ടി വീട്ടിലുണ്ട് ഈ ബാഗിൻ്റെ എല്ലാം. ബസ് കയറാൻ പോയ നമ്മള് പാതി വഴി എത്തിയപ്പോഴാണ് ഇറങ്ങിയത്. ബസ് ക്യാൻസലായി. പ്രൈവറ്റ് ബസ്സായിരുന്നു കേട്ടോ. ബസ് ക്യാൻസലായി പോയി. അതുകൊണ്ട് ഇപ്പം നമ്മൾ തിരിച്ച് എന്തെടുക്കണമല്ലോ അതിൽ നിൽക്കുകയാണ്. ഈ കാറും കൊണ്ട് തന്നെ അങ്ങ് വീട്ടിലോട്ട് പോയാലോ എന്നുള്ളൊരു ഐഡിയയിൽ ഇപ്പം ഞങ്ങൾ 2 പേര് നിൽക്കുക. പക്ഷെ നല്ല തിരക്കുമാണ്. അതുപോലെ റോഡ് നല്ല മോശമാണ്. സോ ബൈ കാർ പോവാം അല്ലേ, വേറെ വഴിയില്ല. അവിടെ നമുക്ക് നേരെ കോഴിക്കോട് നിന്ന് തിരുവല്ലയിലോട്ട് ബൈ കാർ ഒറ്റ പോക്കുക. അവിടെ നിന്ന് തിരുവല്ല നേരെ കൊട്ടാരക്കരയിലോട്ടും പോകുന്നതായിരിക്കും. നമ്മള് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വന്ന ബാക്കി എല്ലാ കോൺട്രാക്ട് എടുത്തേക്കുന്ന എല്ലാവരും ഓൾട്ടർനേറ്റ് റൂട്ടും സർവീസ് റോഡും ആദ്യം ചെയ്തതിനു ശേഷം പണിയുണ്ട്. ഇത് നോക്കി, ഒന്നാമത് കുണ്ടും കുഴി നിറഞ്ഞ മണ്ണ് റോഡ്. അത് പോരാത്തതിന് അവന്മാർ ഉള്ള റോഡിന് കുറുകെ ബാരിക്കേഡും വെച്ചിട്ട് JCB കൊണ്ട് കളി കളിച്ചോണ്ടിരിക്കുക. ആദ്യം വണ്ടി പോകുന്ന ബ്ലോക്ക് ആവാതെ ഓൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇവർക്ക് ചെയ്ത്. എല്ലാം ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കോൺട്രാക്റ്റ് ഉള്ളതാണ്.
ഈ എറണാകുളം സിറ്റിയിൽ തന്നെ ഇവന്മാർ ഇമാതിരി തരികട പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അതോറിറ്റീസ് ഒന്നും ഇത് കാണുന്നു കേൾക്കുന്നില്ലയോ? ഒന്നുമില്ലെങ്കിൽ എറണാകുളത്ത് മുനിസിപ്പാലിറ്റിക്കെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തോടെ. നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തി വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണ്ടേ. അങ്ങോട്ട് നല്ല ബ്ലോക്കും അതുപോലെ റോഡ് പണി കൊച്ചിയിലെ ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. സമയം 3 മണിയാകുമ്പോൾ വാഷ്റൂമിൽ പോയില്ല, അവിടെ ഫുള്ള് ലോക്കാക്കിയിട്ടേക്കുന്നത്. അത് മാത്രമല്ല സ്റ്റാഫുകൾ അതിഥി തൊഴിലാളികളാണ്, അവർക്കൊരു മൈൻഡ് പോലും ഇല്ല. നമ്മൾ ചിലയിടത്തേക്ക് അവസ്ഥയില്ല. പക്ഷെ ഞാൻ പറയാം, ഞങ്ങളുടെ ഏരിയയിലൊക്കെ നമ്മൾ ഏത് ഇതുപോലെ പെട്രോൾ പമ്പൊക്കെ കയറിയാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കീയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. മീൻസ് ബാത്റൂമിൽ ലോക്ക്ഡ് ആണെങ്കിൽ. കാര്യം ഈ ഒരു ടൈം ആയതുകൊണ്ട് കൂടുതലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത്. എല്ലായിടത്തും പോലെയല്ല. ഞാൻ വിളിക്കും ഐഫോണിന്റെ മാറ്റം പ്രത്യേകത, ഒരാൾ മാത്രം വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു തട്ടുകട കഴിക്കൾക്ക് വേണോ എന്ന് പോലും ചോദിക്കാതെ മുണിങ്ങ ഞാൻ കേട്ടില്ല. ഇവിടെ എന്താണ് ശരിക്കും താങ്കളെ കാണുന്നത്? എനിക്കൊന്നും കാണുന്നില്ലല്ലോ. പോവാ ഓട്ടൊക്കെയാണോ? പയ്യെ പോയാ പോരെ. നല്ല അടിപൊളി മഴ, ചേർത്തലയാണ്. അതിനിടയ്ക്ക് റോഡ് പണിയും മഴയും അതിനിടയ്ക്ക് റോഡിന്റെ കുഴികളും. നല്ല രസമാണ്. അതെന്തൊക്കെ ഇട്ടാലും നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലാട്ടോ. സുഖമാണോ? സുഖമാണോ അടി? സുഖമാണോ? അന്ന കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.